ഹൈ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഊട്ടി ട്രിപ്പിന് രണ്ടാം ഭാഗം ഇടാമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ദിവസമായില്ലേ. എനിക്കിതിൻ്റെ ഇടയ്ക്ക് പനിയൊക്കെ പിടിച്ച് അങ്ങനെ സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഊട്ടിയിലെ രണ്ടാമത്തെ ദിവസം കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു രാവിലെ. നല്ല തണുപ്പും ചൂടും എല്ലാം കൂടെ ഉള്ള നല്ല പ്രകൃതി രമണീയതയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ആ ഭാഗമൊക്കെ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആരോ ഒരു ചൂട് ചായ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുത്തെ തണുപ്പിന് ചായയോ കാപ്പിയോ ഇല്ലാതെ പറ്റത്തില്ല. പിന്നെ രാവിലെ പിള്ളേർ സെറ്റെല്ലാം എഴുന്നേറ്റ് ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നതിൻ്റെ എല്ലാവരുടെയും ഫോട്ടോകളൊക്കെ നിർത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കിടന്ന റൂമാണ് ഇത്. അപ്പോൾ മറിയം കാപ്പി കുടിക്കാനായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ഒരു മാമിയാണെങ്കിൽ കെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല ചൂട് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നല്ല കട്ടൻ കാപ്പിയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം കഴിച്ച ഹോട്ടലിൽ നിന്ന് തന്നെ അവർ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിലോട്ട് ഫുഡ് കൊണ്ടുവന്ന് സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ നമ്മൾ ഇത്രയും പേരേ ഉള്ളെങ്കിൽ ഈ തള്ളുകൊണ്ട് ഫുഡ് മേടിക്കുന്ന ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. ഇത് രണ്ടും എൻ്റെ നാത്തൂൻ്റെ മക്കളാണ്. പിന്നെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഹാരം വന്നപ്പോഴത്തേനും നമുക്ക് ഇരിക്കാൻ സ്ഥലമൊന്നുമില്ലായിരുന്നു. പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ ഈ പ്രകൃതി രമണീയതയൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുക, ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുന്നത് നല്ലതല്ലേ. അതൊരു പ്രത്യേക സുഖമില്ലേ, പ്രത്യേക സുഖം ശരിയാണ്. അപ്പോൾ പിന്നെ നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഊട്ടിയിൽ എവിടോട്ട് നോക്കിയാലും നല്ല പൂക്കൾ. അവിടുത്തെ ക്ലൈമറ്റ് പൂക്കൾക്കൊക്കെ അനുയോജ്യമാണ്. പിന്നെ പൊന്നൂസും അൻസലിനായിക്കൊണ്ട് ഇരുന്ന് ഓരോ പോസൊക്കെ കാണിക്കുകയാണ് വീഡിയോയ്ക്ക് കേട്ടോ. അപ്പോൾ അവളെൻ്റെ അനിയത്തിയാണ് അൻസലിന, ചച്ചാപ്പാടെ മോൻ്റെ ഭാര്യ. പിന്നെ നമ്മുടെ പാത്തുക്കു. അപ്പോൾ പാത്തുക്കുവിൻ്റെ തലമണ്ടയ്ക്കൊക്കെ ഇപ്പോൾ പൊന്നൂസ് വന്ന് ബലൂണും കൊണ്ട് അടിച്ചിട്ട് ഗത കൊണ്ടടിച്ച് മറുകയെന്നൊക്കെ പറഞ്ഞ് നല്ല വൈബൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങി. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് താഴെ ഇറങ്ങുമ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ. ഇവിടെ ക്യാരറ്റ് തോട്ടോ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. നല്ലൊരു വൈബായിരുന്നു അവിടെ കേട്ടോ. അവിടെ ആ കാണുന്നതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ്. അവിടെ പൊന്നൂസാണെങ്കിൽ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ടീ പാർക്കിലോട്ടാണ്. ഇന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ടീ പാർക്കിലോട്ട്. നമ്മൾ വന്നിരിക്കുന്ന ടീം പാർക്കിലാണ്. അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ ആദ്യത്തെ ദിവസം നമുക്ക് ഊട്ടി പോയിട്ട് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നല്ല മഴയും ഉണ്ടായിരുന്നു. പിന്നെ ട്രാഫിക്കിൻ്റെ കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ടീ പാർക്കിൽ വന്ന് മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. നല്ല വൈബായിരുന്നു. പിന്നെ മഴയും ഇല്ലായിരുന്നു, നല്ല ക്ലൈമറ്റായിരുന്നു, അധികം തണുപ്പും ഇല്ലായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ രാത്രിയിലൊക്കെ നല്ല തണുപ്പായിരുന്നു. പക്ഷേ രാവിലെ നല്ല അത്യാവശ്യം തണുപ്പേ ഉള്ളായിരുന്നു. പിന്നെ ഈ മറിയൊക്കെ ആണെങ്കിൽ റോഡുണ്ടെങ്കിൽ സൈഡിൽ കൂടെ നടന്ന ഒരു ശീലമായി. പാർക്ക് കയറുന്നതിന് എൻട്രി ഫീസായിട്ട് 10 രൂപയാണ് ഈടാക്കുന്നത്. പിള്ളേർക്കൊന്നും എൻട്രി ഫീസില്ല കേട്ടോ. പിന്നെ അവിടെ കയറി പോയപ്പോഴത്തേനും കൂട്ടിൽ നിന്നും തുറന്നു വിട്ട പക്ഷികളെ കണക്കിന് പിള്ളേർ പല ഭാഗത്തോട്ടായി ചിന്നിച്ചിതറി ഓടുകയായിരുന്നു. അവിടെ കയറുന്നു, സ്ലൈഡിൽ കയറുന്നു, ഊഞ്ഞാലിൽ കയറുന്നു. പക്ഷെ നല്ല സേഫായിരുന്നു. നല്ല ക്ലൈമറ്റും കൂടെ നല്ല ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു കൊച്ചുകുട്ടി ഉണ്ടല്ലോ, നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ ഇതിലൊക്കെ കയറണമെന്നൊരാഗ്രഹം ഉണ്ടല്ലോ. നമ്മളെ എത്ര മൂത്ത് നിറച്ച് മുതുക്കായാലും ഇതൊക്കെ കാണണമല്ലോ. അങ്ങനെ ഞാൻ ഊഞ്ഞാലിലൊക്കെ കയറി. പൊന്നൂസാണെങ്കിൽ സ്ലൈഡ് മൊത്തം കയറിയിട്ട് മൂടിടിച്ച് വീഴൊക്കെ ആയിരുന്നു. പിന്നെ ഹന്നമ്മ ആണേത്, ഹന്നമ്മയുടെ പുറകെ ഞാൻ ഓടി നടന്ന് വീഡിയോ എടുക്കുക. അവർക്ക് വീഡിയോയിലൊന്നും വരാൻ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അവിടെ നല്ല ചായ കിട്ടുന്നുണ്ടായിരുന്നു, ജിഞ്ചർ ടീ. അങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിന്ന് ചായ കുടിക്കുന്നു. നമ്മളവിടെ പോയി ഒരു ചായ അടിച്ചു പറ്റും. അപ്പോഴത്തേന് മറിയ എന്നെ തിരക്കി വന്നിട്ടുണ്ടായിരുന്നു. മറിയത്തിനൊരു സ്വഭാവമുണ്ട്, എവിടെ പോലും ഞാൻ എൻ്റെ വാല തൂങ്ങി നിൽക്കണം കേട്ടോ. അങ്ങനെ ഒരു പരിപാടിയുണ്ട് പാർക്കിലാണെങ്കിലും അതേസമയം. പിന്നെ ഹാജറാമോൾ ഇങ്ങനെ സ്ലൈഡ് ഇറങ്ങി വന്നപ്പോൾ സാലിഹമോൾ ആ സ്ലൈഡിൽ കൂടെ മേപ്പോട്ട് പോകുന്നു. അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. പിന്നെ ഈ കാഴ്ചയെന്ന് പറഞ്ഞാൽ ആബിദ് മറിയ ഏത് സ്ലൈഡിൽ കയറണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇത് ഹൈറാണ്, ഇവളും മറിയത്തിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നത്. അങ്ങനെ മറിയ സ്ലൈഡിലൊക്കെ കയറി. അങ്ങനെ ഇത് നൂറമ്മയാണ് കേട്ടോ, നൂറ. പിന്നെ മറിയ ഇവിടെ കയറണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ. അവിടെ കയറുമ്പോൾ അവിടെ കയറും, ഇവിടെ കയറുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള 2-3 പേര് മിസ്സിങ് ആണ് കേട്ടോ. ഞാൻ അവരെ തപ്പി നടന്നേ കണ്ടേ. ഇത് ഞങ്ങളുടെ നാത്തൂൻ്റെ മോനാണ്. അവൻ മരത്തിൻ്റെ മണ്ടയിൽ നിന്ന് ക്യാമറാമാനായിട്ട് ഇരിക്കുന്നു. അപ്പോഴാണ് അവിടോട്ട് നോക്കിയപ്പോൾ കുറേ ആൾക്കാർ അവിടെ നിന്ന് റീൽസ് എടുക്കുകയാണ്. പിന്നെ നമ്മളും കൂട്ടത്തിൽ പോയി അങ്ങ് കുമ്മനടിച്ചു കേട്ടോ. പൊന്നൂസ് ഞങ്ങൾക്കെല്ലാം ഓരോ സ്റ്റെപ്പ് പഠിപ്പിച്ച് തരാൻ നമ്മുടെ പുലരിക്കുന്ന പൊന്നിൽ മുക്കിയതാരാണ് ആ പാട്ടാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾക്ക് എത്ര നോക്കിയിട്ട് ശരിയാകുന്നില്ല. അവൾക്ക് ദേഷ്യവും വരുന്നു. പിന്നെ 2-3 പേര് 2 സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ വലത്തോട്ട് കാല് വയ്ക്കുമ്പോൾ ഒരാൾ ഇടത്തോട്ട് കാല് വയ്ക്കുക. അങ്ങനെ ഇതൊരു ബ്ലൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ അവസാനം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊന്നൂസാണ് ഞങ്ങളുടെ
ഡാൻസ് മാസ്റ്റർ കേട്ടോ. അങ്ങനെ പിന്നെ പൊന്നു സൂഫിയും അവളും കൂടെ ഒക്കെ ആയിരുന്നു ചെയ്യാനിരുന്നത്. അപ്പം ഞാൻ പോയപ്പോഴത്തേനും സൂഫി അങ്ങ് മാറി. കാരണം 4 പേർക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സൂഫി നല്ലൊരു ഡാൻസറാണ്. അങ്ങനെ നമ്മളവിടെ നല്ല വൈബായിരുന്നു കേട്ടോ. അത് നല്ലൊരു മെമ്മറബിൾ മൊമെൻ്റ്. നമ്മൾ ആരും കാണാതെ തേയിലത്തോട്ടത്തിലൊക്കെ വന്ന് നിന്നാണ് എടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇട്ട് നമ്മുടെ ടൂറിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട്, അതിലിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വന്നൊരു കാഴ്ച ഉണ്ടോ, ഒരു കുടുംബത്തിലെ അല്ല 4-5 കുടുംബത്തിലെ എല്ലാവരും കൂടെ കയറിയിരുന്നു ഊഞ്ഞാലാടുന്നു കേട്ടോ. ആ ഊഞ്ഞാൽ പൊട്ടി വീഴാനത് നല്ല കാത്ത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ആബിദ്, ഹാജറ, ഹലീമും എല്ലാം കൂടെ ഇങ്ങനെ തൂങ്ങിപ്പോന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആബിദ് ഹാജറയും പരിശ്രമം വിട്ടു പോയി. പിന്നെ നമ്മുടെ ഹലീമ് പരിശ്രമം വിടാതെ അതിൽ നിന്ന് ജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് മനസ്സോടെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് എല്ലാവർക്കും പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കാരണം നല്ല ചില്ലായിരുന്നു, വൈബായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഫാമിലി എല്ലാം നിരത്തി പിടിച്ചൊരു ഫോട്ടോ എടുക്കുന്നത് അത്ര പാടായിരുന്നു. ഈ ഫുൾ ഫാമിലി ഫോട്ടോ എടുപ്പിക്കുന്ന അത്ര പ്രയാസകരം വേറൊന്നിനുമില്ല. കാരണം ഓരോരുത്തരും ഓരോ വഴിക്ക് പോകും. അത് വല്ലാത്തൊരു പണിപ്പെടലാണ്. പിന്നെ എല്ലാവരെയും പിടിച്ചിരുന്നു. ഇതാണ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ആൾ, നമ്മുടെ മൂത്തത്ത കേട്ടോ. ആൾക്ക് നല്ല പ്രായമുണ്ട്, എന്നാലും പുള്ളിക്കാരൻ നല്ല വൈബായിരുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു കേട്ടോ. എല്ലാവരെക്കാട്ടും വേഗം നടക്കുകയെടുക്കുക എല്ലാം ചെയ്തത് പുള്ളിക്കാരനാണ്. പിന്നെ അവിടെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് ടീ ഫാക്ടറിയിലോട്ടാണ് പോയത്. പാർക്കിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ടീ ഫാക്ടറിയിലോട്ട് പോകാൻ. പിന്നെ നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷൻ അവിടെ ആയിരുന്നേ. അപ്പോൾ അവിടെ കുറച്ച് നേരം ബസ് നിർത്തിയിട്ട് അവിടെ നിന്ന് ഊട്ടിപ്പട്ടണം മൊത്തം കാണാം കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. ആകാശത്തിലെ മേഘങ്ങളെല്ലാം പഞ്ഞിക്കെട്ടുകൾ പോലെ സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ടീ ഫാക്ടറിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഈഗിൾസ് ഡെയർ ഉണ്ട്. അവിടെ ആണെങ്കിൽ സിബ് ലൈൻ ഉണ്ട് കേട്ടോ. എനിക്ക് ആ കുടയ്ക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇനി എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ അങ്ങോട്ട് കയറി ചെന്നാൽ മതി. അതിനവർ ചുറ്റി വളഞ്ഞൊരു കമ്പിയും പാലമൊക്കെ കെട്ടി ആ കമ്പിക്കകത്തൂടെ സ്റ്റെപ്പ് കയറി മണ്ടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അതൊക്കെ ഒരു വൈബാണ് കേട്ടോ. നമ്മൾ മേപ്പോട്ട് പോകുമ്പോഴായിരിക്കും താഴ്ന്നുള്ളവർ ഇടിച്ച് ഇങ്ങോട്ട് വരും. അതുവഴി പോകാൻ അത്യാവശ്യം റിസ്ക്കും ആയിരുന്നു, പക്ഷെ നല്ല കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മണ്ടയിൽ നിന്ന് നോക്കിയാൽ ഊട്ടിപ്പട്ടണം മൊത്തവും കാണാം, ടീ ഫാക്ടറി, അങ്ങനെ മൊത്തം നമ്മുടെ ബസ്സുകൾ പാർക്ക് ചെയ്തേക്കുന്നത്, സിബ് ലൈന്, അത് ഇത് എല്ലാം കാണാമായിരുന്നു കേട്ടോ. അവിടെ നിന്നുകൊണ്ടോ എല്ലാവരും ഫോട്ടോഷൂട്ടും എടുക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷേ ഈ തിരക്കിനടുത്തൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്താൽ ഫോൺ താഴെ കിടക്കുമെന്ന കാര്യം ഉറപ്പാകട്ടെ. ഞാൻ പിന്നെ ഫോട്ടോ ഒക്കെ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട. അങ്ങനെ പൊന്നൂസ് നമ്മളെ കാണിച്ച് തരികയാണ്, ഊട്ടിയിലോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അപ്പം പൊന്നൂസ് നല്ലൊരു പാട്ടൊക്കെ പാടും, കിലുക്കത്തിൽ ഊട്ടിപ്പൊട്ടണമൊക്കെ കേട്ടോ. അങ്ങനെ ആവിതൊക്കെ അവിടെ നോക്കും. അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. പിന്നെ പാസ്സൊക്കെ എടുത്താൽ പോകണ്ടേ, കയ്യിലൊരു ടാഗൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, നമ്മുടെ അനിയൻ അവിടെ നിന്നുകൊണ്ട് കൈവക്കി. അങ്ങനെ അത്യാവശ്യം ഒരു 10-15 മിനിറ്റത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ ആ ടീ ഫാക്ടറിക്ക് അകത്തോട്ട് കയറി കേട്ടോ. അവിടെ കയറിയപ്പോഴത്തേനും നമ്മുടെ ബോസ്റ്റൺ ടീ പാർട്ടിയും ടീയുടെ ചരിത്രവും എല്ലാം എഴുതി വെച്ചേക്കുന്നുണ്ട്. ഈ ബോസ്റ്റൺ ടീ പാർട്ടിയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ PSC ക്ലാസ്സൊക്കെ ഓർമ്മ വന്നു. അങ്ങനെ പിള്ളേർ സെറ്റിനെല്ലാം ഞാൻ അവിടെ നിന്ന് ക്ലാസ് എടുത്ത് ആത്മനിർവൃതി അടഞ്ഞു. ജോലി കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കാതെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇച്ചിരി നമുക്ക് വെയിറ്റ് കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ചരിത്രമൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് ടീ ഫാക്ടറിയിൽ ടീ ഉണ്ടാക്കുന്ന കാണാൻ നല്ല രസമാണ്. തേയിലപ്പൊടി ഉണ്ടാക്കുന്നതാണ് നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രത്യേകം ഞാൻ ഷോർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണണേ. അന്നേരം ഇപ്പോൾ പിന്നെ നമുക്ക് അവിടെ തന്നെ ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ അവിടെ നല്ല സൂപ്പർ ഒരു ചായ തരും കേട്ടോ, അവരുടെ ടീ പൊടിയുടെ. പക്ഷെ നമ്മൾ ആ ചായപ്പൊടി മേടിച്ചുകൊണ്ട് വന്ന് ചായ ഇട്ടപ്പോൾ ഒന്നും അത്രയും ടേസ്റ്റൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അവിടുന്ന് കിട്ടിയ ചായ സൂപ്പർ ചായ ആയിരുന്നേ. പിന്നെ നമ്മൾ ഔട്ട്ലെറ്റിൽ നിന്ന് കുറച്ച് ചായപ്പൊടിയൊക്കെ മേടിച്ചിട്ട് വന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അവിടെ ലൈവായിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് സാമ്പിളായിട്ട് 3 കഷ്ണം ചോക്ലേറ്റ് തരും കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ കഴിച്ചു. ഞാൻ കഴിച്ചില്ല, എൻ്റെ മക്കൾ കഴിച്ചു, എനിക്കൊരു കഷ്ണമേ കിട്ടിയുള്ളൂ കേട്ടോ. അവർക്ക് കിട്ടിയതും അവർ കഴിച്ചു, എനിക്ക് കിട്ടിയതും അവർ കഴിച്ചു. പിന്നെ ഈ ചോക്ലേറ്റ് ഫാക്ടറി അവിടുത്തെ ലേഡീസ് സ്റ്റാഫൊക്കെ നമ്മുടെ വലിയ റൂഡായിട്ടാണ് പെരുമാറുന്നത്. നമ്മളെന്തെങ്കിലുമൊക്കെ നമ്മുടെ സംശയങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നത്, അവർ ഭയങ്കര നമ്മൾ ആട്ടിപ്പായിക്കുന്നത് പോലെയാണ്. പോ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നിന്നത് കേട്ടോ. നമ്മൾ പിന്നെ ഉടക്കിനൊന്നും നിന്നില്ല, പക്ഷെ എന്നാലും നമുക്കും കിട്ടി കയ്യിൽ നിന്ന് കേട്ടോ. പൈസ കൊടുത്തിട്ട് ചില്ലറയില്ല, അങ്ങനെയൊക്കെ ഗൂഗിൾ പേ തന്നെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നമായിരുന്നു. പിന്നെ മറിയത്തിന് അവിടെ നിന്നൊരു ബോ മേടിച്ചു. ബാക്കി കുട്ടികളൊക്കെ മേടിക്കുന്നത് കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഒക്കെ മേടിച്ചെടുത്തത്. അല്ലാതെ എനിക്ക് അവിടെ നിന്ന് മേടിക്കണമെന്ന് യാതൊരു താല്പര്യമില്ലായിരുന്നു. അതുപോലത്തെ ബിഹേവിയർ ആയിരുന്നു അവരുടെ കേട്ടോ. പിന്നെ വെളിയിൽ വന്നിട്ട് കുറേ അലുക്കുലുത്ത് കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പേ നശിക്കുമെന്ന് നമുക്കറിയാം, എന്നാലും നമ്മളിതൊക്കെ വാങ്ങിക്കുമല്ലോ. നമുക്ക് എന്തിൻ്റെ കേടാണെന്ന് നമുക്ക് അന്നേരം ഇപ്പോൾ മനസ്സിലാകത്തില്ല. ഉള്ള പൈസ മൊത്തം മേടിച്ച് ഇങ്ങനെ അലുക്കുലുത്ത് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബസ്സിൽ കയറുന്നതിന് മുമ്പ് ഇതെല്ലാം നശിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബസ് പാർക്ക് ചെയ്യുന്നിടത്തോട്ട് പോയി. അവിടെ നല്ല വൈബായിരുന്നു. ഈ ആകാശങ്ങളിലെ മേഘങ്ങൾ കാണാനും സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്നുള്ള കുറേ സിബ് ലൈനിൽ ഓരോരുത്തർ പോകുന്നതൊക്കെ വീഡിയോ എടുക്കുവാന്നേ. അവിടെ നിന്ന്
താഴോട്ട് നോക്കുമ്പോഴേ നമുക്ക് തലകറങ്ങും. ഇവരൊക്കെ എങ്ങനെ കയറി ഇതിനകത്ത് പോകുന്നു എന്തോ. പിന്നെ പിള്ളേരൊക്കെ അത്യാവശ്യം ഷാട്ടിയും പിടിച്ച് ഇതിനകത്തൊക്കെ കയറും. പക്ഷേ ഇതിനകത്ത് ഒരാൾക്ക് കയറുന്നതിന് തന്നെ നല്ല എമൗണ്ടാണ്. പിന്നെ നമ്മൾ ഒരുപാട് പിള്ളേരുണ്ടല്ലോ, അപ്പോൾ ആർക്കും അതുകൊണ്ട് ഒത്തിരി സമയം പോകുന്ന കേസ്, അതുകൊണ്ട് നമ്മൾ പോയില്ല. നമ്മൾ ബസ്സിൽ കയറി അങ്ങനെ നമ്മൾ ഊട്ടിപ്പട്ടണത്തിനോട് വിട പറയുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിച്ച് 2-2:30 ആയപ്പോഴും അവിടെ നിന്ന് തിരിച്ചു. എന്നാലേ നമുക്ക് വെളുപ്പാങ്കാലമെങ്കിലും നമ്മുടെ നാട്ടിലെത്താൻ പറ്റും. അങ്ങനെ വരുന്ന വഴിക്ക് പിന്നെ പിള്ളേർക്കെല്ലാം വിശന്നായിരുന്നു, ഒത്തിരി നടന്നേക്കിയല്ലേ രാവിലെ. അങ്ങനെ വഴി കണ്ടൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. നല്ല തലശ്ശേരി ദം ബിരിയാണി ആയിരുന്നു. ഞാൻ റൈസ് മാത്രമേ കഴിച്ചുള്ളൂ, പിള്ളേർക്കൊക്കെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷെ നമ്മൾ തലേന്നൊക്കെ കഴിച്ചതിനേക്കാളും നല്ല റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല സംഭവമൊക്കെ കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഊട്ടിയിലോട്ട് വിട പറഞ്ഞു. അതുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞ പെയിൻ്റ് അടിച്ച് അതൊക്കെ കാണാൻ ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. തിരിച്ച് വന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ ടൂറ് കഴിഞ്ഞതുപോലെ തോന്നി. ഛർദ്ദിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഹെയർപിൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഛർദ്ദിക്കാനൊക്കെ തോന്നുമല്ലോ, പക്ഷെ ആരും ഛർദ്ദിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ അവിടെ വഴിയിൽ നിർത്തിയപ്പോൾ ആണെങ്കിൽ ഒരു കുരങ്ങനും ഫാമിലി. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കാനുണ്ട് കേട്ടോ. അവരവരുടെ മക്കളെ എത്ര സേഫായിട്ടാണ് സുരക്ഷിതമായിട്ട് വെച്ചേക്കുന്നത്. ഇപ്പോഴത്തെ മാതാപിതാക്കളും കുട്ടികളും ഒക്കെ ഇതൊക്കെ കണ്ടു പഠിക്കണം. ഞാൻ സാഹിത്യമൊന്നും പറയല്ല കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ മേട്ടുപ്പാളയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഏതോ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു, നമ്മൾ താഴെ അങ്ങ് വന്നു കേട്ടോ. അപ്പോഴത്തേനും പിന്നെ എല്ലാവർക്കും കാപ്പിയും ചായയൊക്കെ കുടിക്കാനായിട്ട് നിർത്തി. പിന്നെ ഫ്രഷ് ആവേണ്ടവർക്ക് ഫ്രഷ് ആവാനും കേട്ടോ. നമ്മൾ അവിടുന്ന് ചായയും കാപ്പിയും എല്ലാം കുടിച്ച് ഫ്രഷ് ആവേണ്ടവരെല്ലാം ഫ്രഷായി കേട്ടോ. പിള്ളേർ സെറ്റിനെല്ലാം ചിലർക്ക് 7-Up മിറിൻഡ ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരൊക്കെ അത് കഴിച്ചു. ഞാൻ നല്ലൊരു ചൂട് കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ ബിസ്ക്കറ്റായിരുന്നു കഴിക്കാൻ കേട്ടോ. നമ്മൾ വേറെ പൊരിപ്പ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ നമ്മുടെ മൂത്തത് ഇപ്പോഴാണ് ആഹാരം കഴിക്കുന്നത്. പുള്ളിക്കാർ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ലായിരുന്നു, അവിടെ ബിരിയാണി ഉള്ളായിരുന്നു. ഇവിടെ നിന്ന് നമ്മുടെ പൊന്നേരിയുടെ റൈസൊക്കെ കഴിച്ച്. പിന്നെ മറിയോ അമാനയും കൂടെ ബസ്സിൽ നല്ല ഡാൻസൊക്കെ ആയിരുന്നു, വൈബായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചക്രമുട്ടായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ചക്രമുട്ടായി എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഞാൻ പിള്ളേർക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എനിക്കാണെങ്കിൽ നമ്മുടെ 90 കിഡ്സ് ഓർമ്മ നൊസ്റ്റാൾജി ഉണർന്നു ഗൈസ്. അങ്ങനെ പിന്നെ പൊന്നൂസൊക്കെ ആണെങ്കിൽ അവിടെ അവതരണത്തിലാണ് സുഹൃത്തുക്കളെ. യാത്രയുടെ എല്ലാ വിശേഷങ്ങളും എന്നാലും പറയേണ്ടതാണ്. എല്ലാ എൻജോയ്മെന്റുകളെ പറ്റിയൊക്കെ ഒരു ചെറിയ ഫീഡ്ബാക്ക് വരൂ. ഇനി അടുത്ത എന്തെങ്കിലും ചോദ്യം അത്തത്തായുടെ അടുത്ത് ആർക്കേലും അത്തത്തായുടെ അടുത്ത് എന്റെ എല്ലാമായ അമ്മമ്മ. യാത്ര ഇഷ്ടപ്പെട്ടു. നാളെ മുതൽ കാലുവേദന, നടുവേദന, കൈവേദന. നാളെ കൊട്ടാരക്കര വിജയാസിലെത്തുന്നവർക്കെല്ലാം അമ്മമായി കാണാം. ജെന്റിൽമാനിൽ നിന്നും തുടങ്ങാം. ആദ്യമായി എൻജോയ് ചെയ്തോ, ഇഷ്ടപ്പെട്ടോ, എല്ലാം പറയേണ്ടതാണ്. യാത്ര അടിപൊളിയല്ലായിരുന്നു, അടിച്ച് പൊളിച്ചില്ലേ. അടുത്ത വർഷം ഇൻഷാല്ലാ നമ്മൾ ഇതേപോലെ പോണം. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഫീഡ്ബാക്സ് ഒക്കെ പൊന്നൂസ് എല്ലാവരോടും ചോദിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കുഞ്ഞുനാളിൽ മുതലുള്ള ഒരു ആഗ്രഹമല്ലേ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന. പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂറിന് പോകുമ്പം വീട്ടിൽ നമ്മുടെ സാമ്പത്തികം ശരിയാവത്തില്ലായിരിക്കും, അങ്ങനെ വിടത്തില്ല അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ എംകോമിന് പഠിക്കുമ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. അത് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഇപ്പോഴും.
പിന്നെ അതുപോലെ ഇപ്പോഴാദ്യമായിട്ട് ഇങ്ങനെ ഫാമിലിയായിട്ടൊക്കെ ഫുള്ളായിട്ട് പോകുന്നത്. കല്യാണത്തിന് ശേഷം നമ്മളങ്ങനെ ടൂറിനൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ വർഷം മൂന്നാർ ഇങ്ങനെ എൻ്റെ ഫാമിലിയോടൊപ്പമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നതിൽ അപ്പോൾ നമ്മൾ ലൈഫിൽ 365 ദിവസം ഒരുപോലെ ഇരിക്കാതെ ഒരു ദിവസം വ്യത്യാസമായിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. പിന്നെ നമുക്കൊരു മെൻ്റൽ റിലാക്സേഷൻ വരും. നമ്മുടെ കുടുംബ ബന്ധങ്ങളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കും. ഇപ്പം അറിഞ്ഞ പാട്ട് പാടുവാണ്. കുട്ടികളോട് നടക്കുന്നു, പാട്ട് പാടി മരിയുടെ താരം കേൾക്കുന്നു, തവള പാട്ട് പാടി രസിക്കുന്നു, കുട്ടികളോട് നടക്കുന്നു, പാട്ട് പാടി രസിക്കുന്നു. അങ്ങനെ നമ്മൾ പാലക്കാടൊക്കെ എത്തിയപ്പോഴാണെങ്കിൽ പാലക്കാടാണോ കോയമ്പത്തൂരാണോ സ്ഥലമൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. പാലക്കാടാന്ന് തോന്നുന്നു. അവിടെ എത്തിയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി എല്ലാവർക്കും വിശന്നാണ്. അപ്പോഴത്തേന് 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൽ എല്ലാം ഓൾമോസ്റ്റ് ഒക്കെ തീരാറായി. പിന്നെ അവർ ഉണ്ടാക്കിയൊക്കെ തന്നത്. അപ്പം ഞാൻ പൊറോട്ടയും കടലക്കറിയൊക്കെ കഴിച്ചത്. പിന്നെ ഓരോരുത്തർ ഫ്രൈഡ് റൈസ് കഴിച്ചവരുണ്ട്, പൊറോട്ടയും ചിക്കനും കഴിച്ചവരുണ്ട്, അൽഫാം കഴിച്ചവരുണ്ട്. അങ്ങനെ എല്ലാവരും അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ പിന്നെ ഇവിടെ ടോൾ പ്ലാസയിൽ വന്ന് വണ്ടി നിർത്തിയിട്ടാണ്. ഇപ്പോൾ കട്ടൻ കാപ്പി കുടിക്കാൻ എളുപ്പമായി. പിന്നെ നമ്മൾ 6 വരെ ആയപ്പം നമ്മുടെ സ്വന്തം നാട്ടിൽ പത്തനാപുരത്ത് അങ്ങനെ എത്തി. അപ്പം നമ്മുടെ ഈ ഒരു ഊട്ടി ട്രിപ്പ് ഇഷ്ടപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ പുതിയ വീഡിയോകൾ ഇടാനായിട്ടുള്ളൊരു മോട്ടിവേഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.